എല്ലാവർക്കും നമസ്കാരം. വ്യക്തിക്കും കുടുംബത്തിനും വളരെ അത്യാവശ്യം വേണ്ട ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് കഴിഞ്ഞ 1-2 മാസമായിട്ട് പല വീഡിയോസിൽ കൂടെ ഞാൻ സംസാരിക്കുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംശയങ്ങൾ ചോദിച്ച, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ടേം ഇൻഷുറൻസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോ. അതിന്റെ 1-2 പാർട്ടുകൾ നമ്മൾ ചെയ്തു. ഇനിയും ചില ഡൗട്ടുകൾ ചില ആളുകൾക്കുണ്ട്, അതാണ് ഈ വീഡിയോയിൽ പരിഗണിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇനിയും ചോദിക്കാവുന്നതാണ്. ഓൺലൈനായി 51-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ ഓഫറുകൾ കമ്പയർ ചെയ്ത് എങ്ങനെ ഇൻഷുറൻസ് എടുക്കാം, ടേം ഇൻഷുറൻസ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മുന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനി ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പല ആളുകളും വളരെയധികം നിഷ്കളങ്കമായിട്ട് എന്നോട് പേഴ്സണലി ചോദിക്കാറുണ്ട്, ചേട്ടൻ ഏത് കമ്പനിയുടെ ടേം ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്, ചേട്ടൻ ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ പല ആളുകളോടും പേഴ്സണലായിട്ട് ആ ഒരു കമ്പനികൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞ് നിങ്ങൾ എടുക്കേണ്ടതല്ല ഒരു ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ വരുമാനം വളരെ ഡിഫറെൻ്റ് ആണ്. ബേസിക്കലി നമ്മുടെ പ്രൊഫൈൽ വളരെ ഡിഫറെൻ്റ് ആണ്. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഓഫറുകൾ ആയി കിട്ടുന്ന ഒരു സംഗതിയാണ്. എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ട്, എൻ്റെ ജോലിയുടെ റിസ്കിനനുസരിച്ചിട്ടുള്ള ഒരു ടേം ഇൻഷുറൻസ് ഓഫർ ആയിരിക്കും എനിക്ക് കമ്പനികൾ നൽകിയിട്ടുണ്ടാവുക. നിങ്ങളൊരു ഗവൺമെന്റ് ജോലിക്കാരനാണ്, ജോലി സ്ഥിരതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ എൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പ്രീമിയവും അതനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. അതേപോലെ എൻ്റെ ഹെൽത്ത്, അതേപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സ്ഥിരമായിട്ട് ഏതെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഉള്ള ആളുകൾ, സ്മോക്കിംഗ് ഹാബിറ്റ്, ഡ്രിങ്കിങ് ഹാബിറ്റ് ഒക്കെ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ പ്രീമിയവും അവർക്ക് കിട്ടുന്ന ഓഫറും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസിൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രൊഫൈലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഏത് ഓഫറാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. 685 രൂപ മന്ത്ലി പ്രീമിയത്തിൽ 2 കോടി വരെ സുരക്ഷ നൽകുന്ന ടേം ഇൻഷുറൻസുകൾ എങ്ങനെ ഓൺലൈനായി എടുക്കാം എന്നതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ഓൺലൈനായിട്ട് എടുക്കുന്ന സമയത്തും ഓഫ്ലൈൻ ആയിട്ട് എടുക്കുന്ന സമയത്തും അവിടെ ഒരു ഏജന്റ് ഉണ്ടാവും. ഏജന്റ് അല്ല നമ്മുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മളാണ് ഡിഫറെന്റ് കമ്പനികളുടെ ഓഫറുകൾ കമ്പയർ ചെയ്ത് തീരുമാനത്തിൽ എത്തേണ്ടത്. ഓൺലൈനായി ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ട് ഉണ്ട് ആദ്യ വർഷത്തെ പ്രീമിയത്തിൽ. ഇനി എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കുഞ്ഞു പോയിന്റുകളായിട്ട് നിങ്ങളോട് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തേത്, അസസ് യുവർ കവറേജ് നീഡ്സ്. എന്താണ് നമ്മൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത്? ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു, നമ്മുടെ ശമ്പളത്തിന്റെ 10 ഇരട്ടിയാണ് ഒരു ടേം ഇൻഷുറൻസിലെ കവറേജ് ആയിട്ട് വെക്കേണ്ടത്. ആനുവൽ സാലറിയുടെ 10 ഇരട്ടി. അതേപോലെ തന്നെ നമ്മളുടെ ബാധ്യതകൾ ഉറപ്പായും നമ്മളുടെ ടേം ഇൻഷുറൻസിൽ കവർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ഒരു ഹോം ലോൺ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോം ലോൺ നിങ്ങൾ അടച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ ഉണ്ടാകാതിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉറപ്പായും ഈ ഒരു 50 ലക്ഷം ഹോം ലോണിനെ നമ്മൾ ടേം ഇൻഷുറൻസിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ അതിനുശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട്, അവരുടെ ഭാവിയെ കുറിച്ചിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ അഭാവത്തിലും നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് ചില ഡ്രീംസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതിന്റെ ഒരു ചിലവിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ ഉണ്ടായിരിക്കാം. ആ ഒരു ചിലവിനോടൊപ്പം ഒരു 20% കൂടെ അധികമായിട്ട് നിങ്ങൾ ടേം ഇൻഷുറൻസിലേക്ക് അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കവറേജ് നീഡ്സ് അസസ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അഭാവത്തിൽ ഇപ്പോൾ 50 ലക്ഷം രൂപയുടെ ഒരു ടേം ഇൻഷുറൻസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ മറ്റു ചില്ലറ ലോണുകളും ഇതും എല്ലാം കൂടെ കവർ ആകുമ്പോഴത്തേന് കുടുംബത്തിന് വീണ്ടും ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. മുന്നോട്ടേക്കുള്ള ഒരു ജീവിതം അവർക്ക് ആശങ്കാപൂർണമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കവറേജിനെ കറക്റ്റായിട്ട് തന്നെ അസസ് ചെയ്യുക. വീണ്ടും പറയുകയാണ്, ഒന്ന് ബാധ്യത, അതേപോലെ തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഭാവി. അടുത്തത്, കൺസിഡർ ദ പോളിസി ടെന്യൂർ. നമ്മൾക്ക് എന്ന് വരെയാണ് ഒരു ടേം ഇൻഷുറൻസിന്റെ സുരക്ഷ വേണ്ടത്? ഇപ്പോൾ നിങ്ങൾ 55 വയസ്സിൽ റിട്ടയർ ആവുന്ന ഒരു വ്യക്തിയാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹമൊക്കെ ഇന്ന കാലയളവ് കൊണ്ട് കഴിയും. പിന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാലയളവ് വരെയൊക്കെയാണ് സാധാരണമായിട്ട് ആളുകൾ ടേം ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 90 വയസ്സ് വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകൾ അവൈലബിൾ ആണ്. ഈ പോളിസി ടെന്യൂർ എന്ന് പറയുന്ന ഒരു കാര്യം കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവർ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു സമയം, നമ്മുടെ ബാധ്യതകൾ തീരുന്ന ഒരു സമയം, അതേപോലെ തന്നെ പല ആളുകൾക്കും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരു കാലത്ത് നല്ലൊരു റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ വരുന്ന ഒരു സമയം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾ ഏറ്റവും സേഫ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് വരെയെങ്കിലും ഒരു ടേം ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുക. അടുത്തത്, കമ്പയർ പ്രീമിയംസ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെയ്യുമെന്നുള്ളത് എനിക്കറിയാം. ഈ 685 രൂപയ്ക്ക് 2 കോടിയുടെ ഇൻഷുറൻസ്
ഇൻഷുറൻസ് പരിരക്ഷ ആർക്കാണ് ലഭിക്കുക, അത് പ്രായമൊക്കെ കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ജോബ് പ്രൊഫൈല്, നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻഷുറൻസ് കമ്പനികൾക്ക് സേഫ് ആയിട്ടുള്ള ഒരാൾക്കായിരിക്കും ഏറ്റവും കുറഞ്ഞ ഒരു പ്രീമിയം ലഭിക്കുക. ചിലപ്പോൾ നമുക്ക് ഇതിനും കൂടെ കൂടിയ ഒരു പ്രീമിയം ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രീമിയം തപ്പി പോകുന്ന സമയത്ത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന കാര്യം, അവരുടെ മുൻകാല പ്രൊഫൈല്, അവരിൽ നിന്ന് ടേം ഇൻഷുറൻസുകൾ എടുത്തിട്ടുള്ള മറ്റ് ഇൻഷുറൻസുകൾ എടുത്തിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഓൺലൈൻ ഫോറത്തിലൊക്കെ ധാരാളം കമ്പനികളെ കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകൾ വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ പ്രീമിയത്തെ കുറിച്ചിട്ട് ആലോചിക്കേണ്ടത്. കുറച്ച് ഒരു 100 രൂപ അല്ലെങ്കിൽ 50 രൂപ പ്രീമിയം കൂടി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ റെപ്യൂട്ടേഷൻ കുറഞ്ഞ ഒരു ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോവാതിരിക്കുക. കമ്പനി ചൂസ് ചെയ്യുക. പ്രീമിയം കുറയുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ കവറേജിൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതും പോളിസി ഡോക്യുമെന്റ്സ് കറക്റ്റ് ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസിലും ടേം ഇൻഷുറൻസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഓൺലൈനായിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സൈഡിൽ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. 99.8% ഒക്കെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള കമ്പനികളുണ്ട്, 5% ഉള്ള കമ്പനികളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനി തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള കുറേയധികം ആളുകൾക്ക് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളിൽ ആരും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. അതെല്ലാം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഒത്തിരിയധികം വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും അവിചാരിത കാരണത്താൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെ അവിടെ ഈ ക്ലെയിം കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ അത്രയധികം വേദനയിൽ നിൽക്കുന്ന ആളുകൾക്ക് വീണ്ടും ഒരു അടിയാണ് അവരുടെ ക്ലെയിം റിജക്റ്റ് ആവുക എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ തൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി മാസം മാസം പ്രീമിയം അടച്ച് മുന്നോട്ടേക്ക് പോകുന്നു. ഒരു അവിചാരിത സംഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ. കുടുംബത്തിന് അദ്ദേഹം ചെയ്ത എഫേർട്ട് ഗുണകരമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ നോക്കുക. അതേപോലെ പോളിസി എടുക്കുന്ന സമയത്ത് റിജക്ഷൻ വരാൻ സാധ്യതയുള്ള തരത്തിലേക്കുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക. എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. അടുത്തത് ഇവാലുവേറ്റ് അഡീഷണൽ റൈഡേഴ്സ്. ഇപ്പോൾ നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും അഡീഷണൽ റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ചെറിയ തുക എക്സ്ട്രാ വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ റൈഡേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബെനിഫിറ്റ് മാത്രമായിരിക്കില്ല, പല ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ടേം ഇൻഷുറൻസ് നോർമലി നമ്മൾ പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ മരണശേഷം എന്നുള്ള രീതിയിലാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ക്രിട്ടിക്കൽ ഇൽനെസ്, അതേപോലെ ഒരു ആക്സിഡൻറ്റ്, ഡിസേബിലിറ്റി വന്നാൽ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇപ്പോൾ ടേം ഇൻഷുറൻസുകൾ ഉപകാരപ്പെടാറുണ്ട്. റൈഡേഴ്സിന്റെ ചില എക്സാമ്പിൾസ് പറയാം. ആൻ ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ, ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് റൈഡർ, ഇൻകം ബെനിഫിറ്റ് റൈഡർ, ആക്സിഡന്റൽ ഡിസേബിലിറ്റി ബെനിഫിറ്റ് റൈഡർ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ വരുമാന സ്രോതസ് ഒരു ഘട്ടത്തിൽ നിലച്ചു പോവുകയാണെങ്കിൽ പോലും നമ്മളെ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ടേം പ്ലാനുകൾ അവൈലബിൾ ആണ്. ഏറ്റവും അവസാനം വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അണ്ടർസ്റ്റാൻഡ് ദ പോളിസി ടേംസ്. നിങ്ങൾ ഏത് കമ്പനിയുടെ പോളിസിയാണ് എടുത്തത് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറേയധികം പേജുകളുള്ള ഒരു പോളിസി ഡോക്യുമെന്റ് അവർ അയച്ചു തരും. അത് മുഴുവനായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ഏജന്റിനോട് അത് ചോദിച്ച് മനസ്സിലാക്കുക. പോളിസി എടുക്കുന്നതിന് മുൻപും എടുത്തതിന് ശേഷവും ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നീട് ഞാൻ പറഞ്ഞു, നമ്മളുടെ അഭാവത്തിലായിരിക്കാം ആ ഒരു പോളിസി നമ്മളുടെ വീട്ടുകാർക്ക് ക്ലെയിം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി മുൻകരുതലുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു എഫേർട്ട്, നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മളെടുത്ത ആ ഒരു എഫേർട്ട് ചിലപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വരില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ട്, നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് വീട്ടിൽ വന്ന ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ നൽകുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലെയിം ഏതെങ്കിലും ഒരു അവിചാരിതമായിട്ടുള്ള സാഹചര്യത്തിൽ ക്ലെയിം ചെയ്യേണ്ടി വന്നു, അങ്ങനെയാണെങ്കിലും ഓൺലൈനായിട്ട് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് 24/7 നിങ്ങൾക്ക് ഏജൻസിൻ്റെ സേവനം ലഭ്യമാണ്.
പിന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ 1010(d)യുടെ അടിസ്ഥാനത്തിൽ 80(c)യുടെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകളുണ്ട്. 50ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ കമ്പയർ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ 59 ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന, റൈഡേഴ്സ് കൊണ്ട് കവർ ചെയ്യുന്ന പ്ലാനുകളും നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. ടേം ഇൻഷുറൻസുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം, ഇൻബോക്സിൽ ചോദിക്കാം. മറുപടികൾ ഞാനൊരു വീഡിയോ ആയിട്ട് തരാം. കാരണം നിങ്ങൾ ചോദിക്കുന്ന കമന്റുകൾക്ക് ഞാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളോട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് മാത്രമാണ് മറുപടികൾ നൽകാറുള്ളത്. അപ്പോൾ ടേം ഇൻഷുറൻസുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ഒരു സുരക്ഷയെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഉറപ്പായും നിങ്ങളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.